ഇന്നലത്തെ ഇഫ്താറിന് ഉണ്ടാക്കിയ സ്നാക്സ് ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കുറെ ആയി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കിടിലൻ സ്നാക്സ് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് 1 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് ചിക്കനാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചതിന് ശേഷം ക്യാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് കോണും ആണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതൊന്ന് ക്രീമി ആവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടൊന്ന് വേവിക്കുകയാണ് കേട്ടോ. അതൊന്ന് വറ്റുമ്പോൾ വീണ്ടും 1/4 കപ്പ് പാലും കൂടെ ഒഴിക്കുക. വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാൽ ഒന്നിച്ച് ഒഴിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനുണ്ടല്ലോ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തത്. അതൊന്ന് ആവി കൊള്ളിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ. ആവി കൊണ്ടു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് പരത്താൻ പറ്റും. എന്നിട്ട് ഞാനൊരു കണ്ടെയ്നറിന്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്യുന്നത്. കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറാണ്. അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇനി ഉണ്ടല്ലോ, ഇത് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യണം. 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ എല്ലാം ഞാനിങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് അതിഥിയുടെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിൽ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ്. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വേണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒരു വശം ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചെടുക്കുക. അതിനുശേഷം എണ്ണ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുമ്പോൾ അതുപോലെ പൊങ്ങി വരും കേട്ടോ, ഭൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ. അപ്പോൾ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബ്രെഡ് പോക്കറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെന്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടപ്പോൾ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ചാൽ മതി കേട്ടോ. ഒന്നും കൂടി അടിപൊളി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിന്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അത് ചെയ്യുന്നില്ല. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ ഈ ബ്രെഡ് പോക്കറ്റ് ഒരു കംപ്ലീറ്റ് മീലാണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയ നല്ലൊരു മീലും കൂടെയാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു.